ഇപ്പോൾ അധികം ആൾക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമല്ലേ ഈ മയണൈസ് എന്ന് പറയുന്നത്. നേരത്തെ ടൊമാറ്റോ സോസ് ആയിരുന്നല്ലോ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ എല്ലാ കടകളിൽ ചെന്നാലും എന്തിൻ്റെ കൂടെ മയണൈസ് ഉണ്ടാവും. സോസ് പോലെ തന്നെ ഇപ്പോൾ നിർബന്ധമായിട്ടുള്ള സാധനമാണ്. അത് കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ അത്ര ഹെൽത്തി ആവില്ല. നമുക്കത് വീട്ടിലുണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഇത്തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു പുഴുങ്ങിയ മുട്ടയും കുറച്ച് സൺഫ്ലവർ ഓയിലും വിനാഗിരിയും ഉപ്പും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലോണം മിക്സിയിൽ അങ്ങ് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി മയണൈസ് റെഡിയായി കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടി, അതേ ടേസ്റ്റിൽ കിട്ടി കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും അത് നമ്മൾ എന്തിനെങ്കിലും കൂടി ഇനി കഴിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഗോതമ്പ് വെച്ചൊരു ദോശ പോലെ ഉണ്ടാക്കി കേട്ടോ. വെറുതെ ഗോതമ്പ് പൊടി ഉപ്പിട്ട് കലക്കിയിട്ട് ദോശ പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് ക്യാബേജും ക്യാപ്സിക്കവും അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ എടുത്ത് ഒരു മുട്ടയും കൂടെ ചിക്കി വറുത്തെടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഈ മയണൈസ് ഒഴിച്ചു. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിക്കുക കേട്ടോ. അതൊക്കെ ഫില്ലിംഗ് ആയിട്ട് വെച്ച് ഒന്ന് റാപ്പ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ഒരു പലഹാരം, അല്ലെങ്കിൽ നമുക്ക് നൈറ്റ് കഴിക്കാനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ എന്ത് വേണേലും ആയിട്ട് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മയണൈസാണ്. ഇതിട്ടുകൊണ്ട് ഈ വെജിറ്റബിൾസും കൂടെ കൂട്ടി ഞങ്ങൾ കഴിച്ചു കേട്ടോ. എന്തായാലും സൂപ്പറാണ്. ട്രൈ ചെയ്തു.